ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വർഷ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ട്രൂത്ത് ഓർ ഡെയർ കളിക്കുകയാണ്. വർഷ പറയും ശ്രുതിയോട്, ചേച്ചി ട്രൂത്ത് ഓർ ഡെയർ എന്ന്. എനിക്ക് എന്നാണെങ്കിൽ പുഷപ്പ് ഒന്നും ചെയ്യാൻ വയ്യ, അത് കാരണം ട്രൂത്ത് എന്ന് പറയും. എന്നാൽ ചേച്ചിയോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ചേച്ചി അവസാനമായി പറഞ്ഞ കള്ളവേതാണെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് വെട്ടിലായി പോവുകയാണ്. എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഫുള്ള് കള്ളം മാത്രമേ പറയാറുള്ളല്ലോ. അന്നേരത്തേന് സച്ചി പറയുന്നുണ്ട്, ചോദിക്കാൻ പറ്റിയ ചോദ്യം, നീ ചെയ്തത് എന്തായാലും നന്നായിടാ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് പറ പൗഡർ എടുത്ത് പറഞ്ഞ് ആൻസർ എന്ന് പറയുമ്പോഴത്തേന് വർഷ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ശ്രുതിയെ. അപ്പോൾ ശ്രുതിയൊന്നും മിണ്ടുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് നമ്മളെല്ലാവരും സത്യങ്ങൾ മാത്രം അങ്ങനെ പറയുന്നു, ജീവിത വലിയ കള്ളങ്ങളല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഓരോരോ തത്വങ്ങളൊക്കെ ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ എല്ലാവരും കണ്ടും വെച്ചിരിക്കും, ഇതെന്തോ ഈ പറയുന്നെന്ന്. ഉടനെ വർഷ പറയും, ചേച്ചിയോട് ചോദിച്ചതിന് മറുപടി അല്ലല്ലോ ചേച്ചി പറയുന്നത്, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. നമ്മളിങ്ങനെ അല്ലല്ലോ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ പറയണ്ടേന്ന് ചോദിക്കും. ഇവിടെ ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയും. എല്ലാവരും പറയുന്നുണ്ട് ശരിയാ, ഒന്നും മനസ്സിലായില്ലെന്ന്. അപ്പോൾ ശ്രുതി മാത്രം പറയും, എനിക്ക് ചെറുതായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ ചന്ദ്രമതിയും പറയും, അതിനെന്താ വർഷ പഠിപ്പുള്ളവളല്ലേ, അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചതനുസരിച്ചുള്ള മറുപടി ശ്രുതിയാണ് പറഞ്ഞത്, ശ്രുതിക്ക് പഠിപ്പിനനുസരിച്ചുള്ള ആൻസറാണ് വന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞങ്ങൾക്കൊക്കെ പഠിപ്പുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് എന്നാ മനസ്സിലാകാത്തതെന്ന് ചോദിക്കും. സച്ചി പറയും, ഞങ്ങൾക്ക് പഠിപ്പില്ലാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത, അച്ഛന് മനസ്സിലായോ എന്ന്. അച്ഛനും അച്ഛമ്മയും എല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന്. പിന്നീട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് രേവതിയോടാണ്. രേവതി ട്രൂത്ത് പറയാമെന്ന് പറയും. അപ്പം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്ന്. ഉടനെ രേവതി പറയും, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അനിയനും അനിയത്തിയെയും നല്ല നിലയിൽ പഠിപ്പിച്ചൊരു ജോലിയുള്ളവരാക്കി എടുക്കണം, പിന്നെ അനിയത്തിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം, അനിയൻ നല്ല ജോലിക്കാരനായിട്ട് കുടുംബമൊക്കെ നോക്കുന്നവനാകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നും. ഞങ്ങളുടെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നും രേവതി പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ ഉടനെ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ശരിക്കും സ്വന്തമായിട്ടൊരു ആഗ്രഹമൊന്നും ഇല്ലേന്ന്. എനിക്കങ്ങനെ എൻ്റേതായ സ്വന്തം ആഗ്രഹങ്ങളൊന്നുമില്ല അച്ഛാ എന്ന് രേവതി പറഞ്ഞങ്ങ് കണ്ണ് നിറയുന്നുണ്ട്. അപ്പം സച്ചിയെ കണ്ണുനീരൊക്കെ തുടച്ച് കളയും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഇനി സച്ചിയേട്ടന് എന്താ പറയാനുള്ളതെന്ന്. സച്ചി ഉടനെ അച്ഛമ്മയോട് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ ഇതുപോലുള്ള ഒരു പൊങ്കൽ ദിവസമല്ലേ എന്നെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ട് അച്ഛമ്മയെ ഏൽപ്പിച്ചിട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ശരിയാണെന്ന്. അന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടാക്കിയെന്ന്. അച്ഛനെയും അമ്മയും കാണണമെന്ന് ഞാൻ പറഞ്ഞ് എന്നും കരയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയെന്നോർത്ത് എന്നൊക്കെ പറഞ്ഞ് സച്ചി പിന്നെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണോ, സ്കൂളിൽ കൊണ്ടാക്കുന്ന കാര്യവും അമ്മയോടുള്ള സ്നേഹവും. അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ആഹാരം എടുത്തു തരുമായിരുന്നു, നല്ല ഡ്രസ്സൊക്കെ ഇടിക്കുമായിരുന്നു. പിന്നെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഓരോരുത്തരൊക്കെ എന്നെ വഴക്ക് പറയുമ്പോൾ ഞാനത് അമ്മയോട് പറയുമ്പോൾ അമ്മ തിരിച്ച് എന്ന് ചോദിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചന്ദ്രമതി ഇതൊന്നും കേട്ടിട്ടേ ഇല്ലെന്നുള്ള പരുവത്തിലങ്ങ് ഇരിക്കും. ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അന്നേരത്തേന് അമ്മയെ കുറ്റം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, അമ്മ ഇവൻ ഇനി എന്തെല്ലാം പറയുമെന്നറിയാവോ എന്ന്. എന്നാൽ ഇവർ രണ്ടുപേരും അത് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ സച്ചിയാണ് അമ്മയെക്കുറിച്ച് സ്നേഹത്തോടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അവസാനം ഇനി എൻ്റെ ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പം കാരണം എന്താണെന്ന് ഇപ്പോൾ സച്ചി പറയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് നോക്കുന്ന ഉടനെ രവീന്ദ്രൻ നെഞ്ചത്ത് പൊത്തി പിടിച്ചുകൊണ്ട് ഉടനെ അങ്ങ് ചുമക്കുകയും വയ്യാതാകുന്ന പോലൊക്കെ അഭിനയിച്ചിട്ട് സച്ചിയെ നോക്കി കണ്ണടച്ച് കാണിക്കും, പറയരുതെന്ന്. ഉടനെ സച്ചിക്ക് സങ്കടം കൂടിയിട്ടുണ്ട്. സച്ചി എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കാനേ പോകണ്ട, ഇവൻ ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയുന്നു, ആരും മൈൻഡ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് രവി പറയുന്നുണ്ട്, സച്ചി എന്തുമാത്രം സ്നേഹമുള്ളവനാണെന്നുള്ള കാര്യം ഇവിടെ പലർക്കും അറിയത്തില്ല. അവനെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടേ ഇല്ല. അവൻ്റെ മനസ്സിലെ സ്നേഹം നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് ആർക്കും. അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയെന്നുള്ള കാര്യമൊക്കെ സത്യം അവൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ അവൻ പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്നേഹവും സഹകരണവും ഒന്നും തിരിച്ചു പോരുമ്പോൾ കാണത്തില്ല. അത് ഞാൻ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് രവി അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സച്ചി കിടക്കാനായിട്ട് മുറ്റത്തെ കട്ടിലയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. അന്നേരം രേവതി അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, സച്ചിയേട്ടന് ഒത്തിരി ദുഃഖമുണ്ടല്ലേ, ഒരുപാട് സങ്കടം മനസ്സിൽ ഒതുക്കി നടക്കുന്നതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. സച്ചിയേട്ടനെ എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് സച്ചിയേട്ടന് ആരുടെയും സങ്കടം ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു
ദേഷ്യക്കാരനാണെന്നാണ്. പക്ഷെ കല്യാണത്തിന് ശേഷം നല്ല സ്നേഹമുള്ളവനും മറ്റുള്ളവരെ കരുതുന്നവനുമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയും. പക്ഷേ സച്ചിയേട്ടൻ ഇതൊന്നുമല്ല, ഒരുപാട് സ്നേഹം കൊതിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയെ സച്ചിയേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ സച്ചിയേട്ടനെ പക്ഷേ സ്നേഹത്തോടെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല. സച്ചിയേട്ടൻ്റെ ചേട്ടനെയും അനിയനെയും അമ്മ ഒരുപാട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെ സച്ചിയേട്ടൻ അവരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരുടെ സ്നേഹം ഒരുപാട് കൊതിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, ശരിയാണ്, സ്വന്തം അമ്മയുടെ സ്നേഹം കൊതിക്കാത്ത മക്കളുണ്ടോ രേവതി? എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കണമെന്ന്. പക്ഷേ അതൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാമെന്ന് പറയും. അതെന്താ അങ്ങനെ ആകാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പക്ഷെ അത് പറയുന്നില്ല. ഞാനത് പറയില്ല, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നാലും അച്ഛൻ കണ്ണുകൊണ്ട് കാണിച്ചപ്പം അല്ലേ സച്ചിയേട്ടൻ അത് പറയാതെ എഴുന്നേറ്റ് പോകുന്നത് എന്ന് പറയും. അത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ വിഷയം അങ്ങ് വിടുന്നുണ്ട്. എന്നാലും അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു നിൽക്കുന്ന ഒരു മകനെ പോലെ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സച്ചി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.